ഉക്രൈൻ അവരുടെ കൗണ്ടർ ഒഫൻസീവ് കേഴ്സ് പ്രദേശത്ത് ആരംഭിച്ചിട്ടുണ്ട്. എങ്ങനെയെങ്കിലും മുന്നോട്ട് കുതിച്ച് ഭാഗികമായെങ്കിലും റഷ്യയിൽ നിന്ന് ഭൂമി പിടിച്ചെടുക്കാൻ ഉക്രൈൻ ചില ശ്രമങ്ങൾ നടത്തിവരുന്നുവെന്നുള്ള വാർത്ത നമ്മൾ അറിഞ്ഞതാണ്. ഇപ്പോൾ അടുത്ത ഘട്ടമായി എല്ലാ സെക്ടേഴ്സിലും റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുന്ന അത്ര പ്രദേശങ്ങളിലും ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഒഫൻസീവ് ക്യാമ്പയിൻ, ഒരു സർപ്രൈസ് ഒഫൻസീവ് ക്യാമ്പയിൻ ചെയ്യാൻ പോകുന്നുവെന്ന് ഉക്രൈൻ കമാൻഡർ ഇൻ ജനറൽ ഒരറിയിപ്പ് നൽകി. ഇതിനിടയിൽ അമേരിക്കൻ മെയ്ഡ് ATACMSനെ ഇന്റർസെപ്റ്റ് ചെയ്തുവെന്നതിന്റെ തെളിവായി പൂർണ്ണമായും നശിപ്പിക്കപ്പെടാത്ത ഒരു പരിധിവരെ കേടുപാടുകൾ സംഭവിച്ച ഒരു മിസൈലിനെ റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം പുറം ലോകത്തിന് കാണിച്ചു. കാണുക, ഞങ്ങളുടെ എയർ ഡിഫൻസ് സിസ്റ്റം ATACMSനെ തടസ്സപ്പെടുത്തി. മാത്രമല്ല, ഇത് ഒരു തെളിവോടുകൂടി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഞങ്ങൾ ഇത് വിശകലനം ചെയ്യാൻ പോകുന്നു. ഇതിനെ അനലൈസ് ചെയ്താൽ ഒട്ടേറെ രഹസ്യ വിവരങ്ങളും സത്യങ്ങളും ഞങ്ങൾക്ക് ഇതുമൂലം ലഭിക്കുമെന്ന് ഒരു പ്രസ്താവന നൽകി. ഇങ്ങനെ പല വാർത്തകൾ ഈ ഒരു വീഡിയോയിലൂടെ വിശദമായി അറിയാം. ആദ്യം UK നിന്ന് ആരംഭിക്കാം. സ്റ്റോം ഷാഡോ ക്രൂയിസ് മിസൈൽസ് ആണ് ഇപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഒരു കോളിളക്കം തന്നെ സൃഷ്ടിച്ചത്. ATACMSനെ ഫയർ ചെയ്യുന്നതിന് മുൻപ് സ്റ്റോം ഷാഡോ ക്രൂയിസ് മിസൈൽ ആ സ്ഥലത്ത് ഉക്രൈൻ ഫയർ ചെയ്തു. എന്നാണോ ആദ്യമായി യൂറോപ്യൻ യൂണിയനിൽ നിന്നും സ്റ്റോം ഷാഡോ ക്രൂയിസ് മിസൈൽ ഉക്രൈന് നൽകിയത്, അന്നു മുതൽ ഉക്രൈന്റെ ആക്രമണ പ്രവർത്തനങ്ങൾ അധികമായിട്ടുണ്ട്. ക്രീമിയയെ ലക്ഷ്യമിടുന്നതിന് റഷ്യയുടെ വ്യോമ താവളത്തെ ക്രീമിയയിൽ വെച്ച് ആക്രമിച്ചത്, വീണ്ടും ഈ യുദ്ധത്തെ അടുത്ത ഘട്ട എസ്കലേഷനിലേക്ക് കൊണ്ടുപോകുന്നതിനായി കേഴ്സ്കിൽ ഒഫൻസീവ് നടത്തിയത്, ഇങ്ങനെ എല്ലാ ഭാഗങ്ങളിലും സ്റ്റോം ഷാഡോയുടെ പങ്കെന്നത് വളരെ അധികമായിരുന്നു. ഇത് ഹാർഡ് ടു ഇന്റർസെപ്റ്റ് കാറ്റഗറിയിലാണ് വരുന്നത്. റഷ്യയിലേക്ക് ഒറ്റ സമയത്ത് കൂടുതൽ എണ്ണം സ്റ്റോം ഷാഡോ മിസൈൽസും അതിന്റെ ഡീകോയ്സിനെയും അതിന്റെ കൂടെ മറ്റ് പല എയർ ടു ഗ്രൗണ്ട് മിസൈൽസിനെയും ഉക്രൈൻ റഷ്യയെ നോക്കി അയച്ചു. ഒരു കമ്പൈൻഡ് അറ്റാക്കായി ഒറ്റ സമയത്ത് പല രീതിയിലുള്ള മിസൈൽസ് റഷ്യയുടെ പൊസിഷൻസിനെ നോക്കിയേയും റഷ്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം സോണിനുള്ളിലേക്ക് അയക്കുമ്പോൾ റഷ്യയെ കൊണ്ട് വിജയകരമായി ഇന്റർസെപ്റ്റ് ചെയ്യാനേ സാധിച്ചില്ല. 10 മിസൈൽ അകത്തേക്ക് പോയി എന്നുണ്ടെങ്കിൽ 8 മിസൈൽസിനെ വരെയും ഇന്റർസെപ്റ്റ് ചെയ്യാൻ സാധിച്ചാലും അവിടെ സംഭവിക്കുന്ന ആഘാതത്തെ 100% അവരെ കൊണ്ട് തടയാൻ സാധിച്ചില്ല. ഈ തന്ത്രം ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഈ യുദ്ധരീതി പ്രയോഗിച്ച് ഇത്രയും ദിവസം ഉക്രൈൻ റഷ്യയെ തളർത്തിക്കൊണ്ടിരുന്നു. ഇപ്പോ അടുത്ത ഘട്ടമായി ഇതിന്റെ എല്ലാം വീര്യം ഇനിയും കൂടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോ ഈ പ്രഖ്യാപനമെല്ലാം വരുന്നതിന് മുൻപ്, അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വെസ്റ്റേൺ പാർട്ട്നേഴ്സിൽ നിന്നും ഔദ്യോഗികമായി ഉക്രൈന് ഒരു അറിയിപ്പ് വന്നു. നിങ്ങളുടെ സൗകര്യാർത്ഥം റഷ്യയെ ആക്രമിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നുണ്ടെങ്കിൽ, റഷ്യയുടെ ഒഫൻസീവിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കണം എന്ന് ചിന്തിച്ചാൽ, റഷ്യൻ ടെറിട്ടറിക്കുള്ളിൽ ഞങ്ങൾ നൽകിയ ആയുധം ഉപയോഗിച്ച് നിങ്ങൾക്ക് ആക്രമിക്കാം എന്ന അറിയിപ്പ് നൽകി. എന്നാൽ അതിനു മുൻപേ സംഭവിച്ചത്, അമേരിക്കയുടെ അപ്രൂവൽ വരുന്നതിന് മുൻപ്, ഇന്റലിജൻസ് ഇൻപുട്ട് അമേരിക്കയിൽ നിന്ന് ബ്രിട്ടനിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ ഇപ്പോ നൽകുന്നതിലും വളരെ കൂടുതൽ സ്റ്റോം ഷാഡോ മിസൈൽസ് 2 മടങ്ങ് അധികം ഉക്രൈന് ബ്രിട്ടൻ നൽകിയിരുന്നു. ഇപ്പോ ഈ ഒരു ആക്രമണം നടന്നതിന് ശേഷം അമേരിക്കയിൽ നിന്നും അപ്രൂവൽ വന്നു. ഈ ആക്രമണം ഉക്രൈൻ റഷ്യയിൽ നടത്തുകയും ചെയ്തു. അപ്പോ വീണ്ടും ഈ നടപടികൾ വേഗത്തിലാകാൻ തുടങ്ങി. അതായത് സ്റ്റോം ഷാഡോ ക്രൂയിസ് മിസൈൽസ് നൽകുന്ന വേഗത അധികമാക്കിയിട്ടുണ്ട്. അപ്പോ നമുക്ക് ഇവിടെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും, ഉക്രൈൻ നാശത്തിലേക്കുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നത് ബ്രിട്ടനാണ്. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഉക്രൈന്റെ നാശം ഉറപ്പാണ്. ആരംഭം മുതലേ UK ഉക്രൈനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇങ്ങനെ ഒരു എസ്കലേഷൻ നടക്കുന്ന സമയത്ത് പോലും ഉക്രൈനിൽ ഇവർക്കൊരു താല്പര്യമുണ്ട്. ഈ യുദ്ധം അടുത്ത ഘട്ടത്തിലേക്ക് പോകാതിരിക്കണമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെ ആയുധങ്ങൾ നൽകുകയല്ല വേണ്ടത്, പകരം സമാധാനത്തിൽ എങ്ങനെ അവസാനിപ്പിക്കാമെന്നാണ് ശ്രമിക്കേണ്ടത്. റഷ്യ സമാധാന ചർച്ചയ്ക്ക് വരില്ല എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ കണ്ടീഷൻസിനെ നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്താൽ ഒരു സെക്യൂരിറ്റി ഗ്യാരണ്ടി നിങ്ങൾ നൽകണം. ഉക്രൈൻ നാറ്റോയിൽ ചേരാൻ പാടില്ല, റഷ്യക്കെതിരെ ഉക്രൈൻ ഒരിക്കലും തിരിയാൻ പാടില്ല എന്നുള്ള ഒരു സെക്യൂരിറ്റി ഗ്യാരണ്ടി നൽകുകയാണെങ്കിൽ ഞാൻ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്ന് റഷ്യ പലതവണ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇവരെല്ലാവരും ചേർന്ന് ഉക്രൈനെ പീസ് ടോക്കിനടുത്തേക്ക് പോലും പോകാൻ അനുവദിക്കുന്നില്ല. പകരം ആയുധങ്ങൾ നൽകി ആ ആയുധങ്ങൾ വെച്ച് യുദ്ധം ജയിപ്പിക്കാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസം അവർക്ക് നൽകി ഉക്രൈനെ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇത് തീർച്ചയായും ഉക്രൈൻ നല്ല കാര്യമേ അല്ല. വീണ്ടും ഇതുപോലെ മിസൈൽസ് നൽകും. 100 കണക്കിന് മിസൈൽസ് UK കൊണ്ട് നൽകാൻ സാധിക്കും. എന്നാൽ എത്ര ദിവസം അവർ നൽകും? ഇപ്പോ ഒരു ബേസ് 2 ബേസിനെ ആക്രമിക്കുന്നതുവരെയും ശരി. ഇപ്പോഴും കേഴ്സ്കിലുള്ള ഗെലനോ ബേസിൽ ATACMSും സ്റ്റോം ഷാഡോ മിസൈൽസും ഉപയോഗിച്ച് ഉക്രൈൻ ഒരു ആക്രമണം നടത്തി. എന്നാൽ വീണ്ടും റഷ്യ ഒരു റിവഞ്ച് അറ്റാക്കിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്.
അതൊരു സാധാരണ റിവഞ്ച് ആയിരിക്കില്ല. അവർ എപ്പോ ആക്രമിക്കും എന്ന് പോലും അറിയില്ല. ഇങ്ങനെ ഒരു വലിയ റിവഞ്ച് റഷ്യ എടുക്കുമ്പോൾ പിന്നീട് വന്ന് അവർ ഞങ്ങളെ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവുമില്ല. ഇപ്പോ ആയുധങ്ങൾ കൊടുത്ത് റഷ്യയെ ആക്രമിക്കാൻ പറഞ്ഞയക്കുന്ന രാജ്യങ്ങൾ അവർക്കും ഇതെല്ലാം അറിയാവുന്ന കാര്യമാണ്. റഷ്യയെ ഇപ്പൊ ഇങ്ങനെ ആക്രമിക്കുന്നത് കൊണ്ട് യുദ്ധം ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല. അതല്ല, റഷ്യയെ ഉക്രൈൻ ആക്രമിക്കുന്നത് മൂലം റഷ്യയുടെ ഈസ്റ്റേൺ കൗണ്ടർ ഒഫൻസീവും ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല. അപ്പോ അങ്ങനെ യാതൊരു സാധ്യതയും ഇല്ലാത്തപ്പോൾ ഉക്രൈനെ വീണ്ടും വീണ്ടും പറഞ്ഞയച്ച് റഷ്യയെ ആക്രമിക്കുന്നത് മൂലം അവിടെ അഗ്രഷൻ അധികമാവുകയുള്ളൂ. അതിന്റെ ഫലമായി അമിത വേഗത്തിൽ റഷ്യൻ സൈന്യം വീണ്ടും മുന്നേറാൻ തുടങ്ങും. ഇത് ഉക്രൈന് തീർച്ചയായും നല്ല കാര്യമേ അല്ല. ഇങ്ങനെ കൂടുതൽ അളവിൽ വെപ്പൺസ് കൊടുക്കുമ്പോൾ, അതും സ്റ്റോപ്പ് ഷാഡോ മിസൈൽസ് ഉക്രൈന് നൽകുമ്പോൾ വലിയൊരു സപ്പോർട്ട് ഉക്രൈന് ലഭിക്കുന്നു എന്നുള്ള സത്യമാണ്. പക്ഷേ യുദ്ധം അവസാനിക്കാൻ 1% പോലും അതൊരിക്കലും സഹായിക്കില്ല. അടുത്ത് ATACMSലേക്ക് വരാം. അവസാന വീഡിയോയിൽ പറഞ്ഞിരുന്നു, ATACMS ആക്രമണത്തിൽ S-400നെ റഷ്യ നഷ്ടപ്പെടുത്തി. സർവീസ് ചെയ്യാനായി നിർത്തിവെച്ചിരുന്ന S-400 റഡാർ സ്റ്റേഷൻ, ഒരു ലോഞ്ചർ, ഇവയെല്ലാം നശിച്ചു. അവിടെ മരണങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ റഷ്യ അതിനെക്കുറിച്ചുള്ള ഒരു വിശദമായ റിപ്പോർട്ട് നൽകി. ഈ ചിത്രം നിങ്ങളൊന്ന് നോക്കുക. ഈ 3 ചിത്രങ്ങളും റഷ്യയുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് പുറത്തുവിട്ടതാണ്. അമേരിക്കൻ മെയ്ഡ് ATACMS ഇത് റഷ്യ ഇന്റർസെപ്റ്റ് ചെയ്തു. മാത്രമല്ല, അതിനെ മുഴുവനായും അവർ ഒരു ചിത്രമെടുത്തു. ഇത് നിങ്ങൾ നോക്കുക. ഇതാ മിസൈലിന്റെ മൂക്കിന്റെ ഭാഗമാണ്. യാതൊരു കേടുപാടും സംഭവിച്ചിട്ടില്ല. അതിനുള്ളിലുണ്ടായിരുന്ന സീരിയൽ നമ്പർ, ലോട്ട് നമ്പർ എല്ലാം വ്യക്തമായി കാണാം. തീപിടുത്തത്തിന്റെ യാതൊരു ലക്ഷണവുമില്ല. ഇത് റഷ്യ ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മിസൈൽ വെച്ച് ആക്രമിച്ച് ഇന്റർസെപ്റ്റ് ചെയ്തോ, ഇലക്ട്രോണിക് കൗണ്ടർ മെഷർ ഉപയോഗിച്ച് ഇന്റർസെപ്റ്റ് ചെയ്തോ എന്നറിയില്ല. ഒരു പക്ഷേ ഇലക്ട്രോണിക് ജാമിംഗ് സിസ്റ്റം ഉപയോഗിച്ച് ഇതിനെ ഇന്റർസെപ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം സ്ഫോടനം നടന്നതിന്റെ യാതൊരു ലക്ഷണവും കാണുന്നില്ല. സാധാരണ ഒരു ഇന്റർസെപ്ഷൻ നടന്നാൽ അത് പൊട്ടിത്തെറിക്കും. അത്രത്തോളം വേഗത്തിൽ ഒരു ATACMS അകത്തേക്ക് വരുമ്പോൾ ഇവിടെ നിന്ന് ഒരു ഇന്റർസെപ്റ്റർ മിസൈൽസും അയക്കും. പരസ്പരം കൂട്ടിമുട്ടുമ്പോൾ തീർച്ചയായും അവിടെ ഫിസിക്കൽ ഡാമേജ് ഉണ്ടാകും. എന്നാൽ ഇവിടെ അങ്ങനെയൊന്നും സംഭവിച്ചതായി കാണുന്നില്ല. ഒരുപക്ഷെ റഷ്യ അവിടെ ഇലക്ട്രോണിക് ജാമിംഗ് സിസ്റ്റം ഉപയോഗിച്ച് ഇതിനെ ഇന്റർസെപ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. എന്നായാലും റഷ്യ അങ്ങനെ ഇന്റർസെപ്റ്റ് ചെയ്ത് അവസാനിച്ചു. അവർ നൽകിയ സ്റ്റേറ്റ്മെന്റിന്റെ കൂടെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. അവർ ഇതിനെ ഇന്റർസെപ്റ്റ് ചെയ്തതിൽ പോയിന്റ് ഡിഫൻസ് സിസ്റ്റത്തിന് ഒരു പ്രധാനപ്പെട്ട പങ്കുണ്ട്. ഈ പോയിന്റ് ഡിഫൻസ് സിസ്റ്റത്തിൽ ഒന്നാണ് പങ്ഷീർ. എന്തൊക്കെയായാലും അമേരിക്കൻ മെയ്ഡ് ATACMS റഷ്യൻ കൈകളിലേക്ക് വന്നു. ആദ്യമായി യുദ്ധത്തിനു വേണ്ടി ഉക്രൈന് ഹൈമാസ് നൽകിയപ്പോൾ അത് കാരണം റഷ്യയ്ക്ക് വലിയ പ്രത്യാഘാതങ്ങൾ സംഭവിച്ചു. പ്രിസിഷൻ സ്ട്രൈക്ക് അറ്റാക്സിലൂടെ കൃത്യതയോടുകൂടി ആക്രമിക്കുന്നതിൽ ഹൈമാസിനെ റഷ്യയെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. എന്നാൽ 2 മാസങ്ങൾക്ക് ശേഷം ഈ സാഹചര്യങ്ങൾ നേരെ തലകീഴായി മാറി. ഇലക്ട്രോണിക് ജാമിംഗ് വഴി ഹൈമാസ് മിസൈൽസിനെ റഷ്യ പിടിച്ചെടുത്തു. ഇന്റർസെപ്റ്റ് ചെയ്തില്ല. പക്ഷെ പിടിച്ചെടുത്തതിന് ശേഷം ആ സിസ്റ്റം എങ്ങനെ വർക്കാകുന്നു, അതിന്റെ ഗൈഡൻസ് സിസ്റ്റം എങ്ങനെ വർക്കാകുന്നു, അതിന്റെ നാവിഗേഷൻ പാത്ത് എങ്ങനെയെല്ലാം ഉണ്ട്, ഈ മിസൈലിന്റെ ആക്സിലറേഷൻ റേറ്റ്, അതിന് നൽകുന്ന ലക്ഷ്യത്തെ ആക്രമിക്കുന്നതിൽ അതിൽ എന്തെല്ലാം മെക്കാനിസം ഉണ്ട്, ഇതെല്ലാം വ്യക്തമായി പഠിക്കാൻ തുടങ്ങി. അങ്ങനെയെല്ലാം പഠിച്ചതിനു ശേഷം അവർ ചിന്തിക്കാൻ തുടങ്ങിയത്, നമ്മൾ എന്തിനിതിനെ മിസൈൽ വെച്ച് ആക്രമിക്കണം, ഇതിലുള്ള ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ച് ഇതിനെ എങ്ങനെയെല്ലാം ബൈപ്പാസ് ചെയ്യാൻ സാധിക്കുമോ, അങ്ങനെ വളരെ സിമ്പിളായി തന്നെ സിഗ്നേച്ചർ ജാം ചെയ്യുന്നത് പോലെ. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ATACMS മിസൈൽ യാതൊരു കേടുപാടുകളും ഇല്ലാതെ, കാര്യമായ നഷ്ടങ്ങളൊന്നും ഇല്ലാതെ റഷ്യൻ കൈകളിലേക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതാണ് ഉക്രൈൻ ഇപ്പോൾ റഷ്യയ്ക്ക് നൽകിയിട്ടുള്ള ഒരു ജാക്ക്പോട്ട്. ആവശ്യമില്ലാതെ ഉക്രൈന് ആയുധങ്ങൾ നൽകുകയും സ്വയം കുഴിയിൽ ചാടുകയുമാണ് ചെയ്യുന്നത്. ആയുധങ്ങൾ നൽകുക വലിയ കാര്യം അല്ല. എന്നാൽ ഏത് തരത്തിലുള്ള ആയുധം ശത്രുവിന്റെ കൈകളിൽ ലഭിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ATACMSനെ സംബന്ധിച്ച് അമേരിക്കയുടെ വളരെ പ്രധാനപ്പെട്ട ഉയർന്ന കൃത്യതയുള്ള ഒരു മിസൈൽ സംവിധാനം അതിപ്പോ റഷ്യയുടെ കൈകളിൽ ലഭിച്ചിട്ടുള്ളത് അമേരിക്കയ്ക്കും നല്ല കാര്യം അല്ല. അമേരിക്കയെ വെച്ച് ആയുധം വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഉക്രൈനും അത് നല്ല കാര്യം അല്ല. ഇപ്പോൾ റഷ്യയുടെ റിവെഞ്ച് ആക്രമണം ഉക്രൈന് വളരെ മോശമായ രീതിയിൽ മുറിവേൽപ്പിക്കാൻ പോവുകയാണ്. എവിടെ ആക്രമിക്കാൻ പോകുന്നു, ഏത് രീതിയിൽ ആക്രമിക്കാൻ പോകുന്നു എന്നുള്ളത് ഇപ്പോഴും അറിയില്ല. എന്നാൽ തീർച്ചയായും ഉക്രൈന് ഒരു വലിയ നഷ്ടം തന്നെ സംഭവിക്കും. അത് മാത്രം നമുക്ക് തറപ്പിച്ച് പറയാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ഉക്രൈന്റെ കൗണ്ടർ ഒഫൻസീവ്. ചെറിയ ചെറിയ ഭാഗങ്ങളിലായി ആക്രമിക്കുമെന്ന് ഉക്രൈന്റെ കമാൻഡർ ഇൻ ജനറൽ സിസ്കി കൺഫേം ചെയ്തു. ചെറിയ ചെറിയ പോർഷൻസായി ഓൾ ഓവർ ദ ഫ്രണ്ടിൽ ഞങ്ങളെ കൊണ്ട് എവിടെയെല്ലാം റഷ്യയുടെ പൊസിഷൻസിനെ ആക്രമിക്കാൻ സാധിക്കുമോ അവിടെയെല്ലാം ഞങ്ങളുടെ ആക്രമണം ഉണ്ടാകും. അതായത് ഡിഫൻസീവിൽ നിന്നും ഒഫൻസീവിലേക്ക് മാറി റഷ്യയെ പിന്നിലേക്ക് തള്ളാനുള്ള എല്ലാ ശ്രമങ്ങളും എടുക്കുന്നുണ്ട്.
കാരണം ഒരു രാജ്യത്തിന്റെ സൈന്യം എപ്പോഴും ഡിഫൻസീവിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ അകത്തേക്ക് വരുന്ന സൈനികരെ തടയുന്നതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ അവർക്ക് വിജയിക്കാൻ സാധിക്കില്ല. അപ്പോ നമ്മളും അല്പം മുന്നോട്ട് പോകേണ്ടതുണ്ട്. എത്രയും പെട്ടെന്ന് അത് ഉക്രൈൻ ചെയ്യുമെന്നും അറിയിപ്പ് വന്നിട്ടുണ്ട്. അവസാനം ഒരേ ഒരു കാര്യം മാത്രം പറയാം. ഒരു തേർഡ് നേഷന്റെ ഗെയിം കാരണം ഉക്രൈൻ എന്തോ ഒരു വലിയ ആപത്തിൽ അകപ്പെടാൻ പോവുകയാണ്. പ്രധാനമായും UK ഉക്രൈനെ നശിപ്പിക്കാതെ അവസാനിപ്പിക്കില്ല എന്നാണ് തോന്നുന്നത്. റഷ്യയോട് പകരം വീട്ടണമെന്ന പേരിൽ മറ്റ് രാജ്യങ്ങളെല്ലാം ചേർന്ന് ഉക്രൈനെ വലിയൊരു ആപത്തിലേക്ക് തള്ളിവിടുകയാണ്. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.